നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാനേ ഒരു ഉദ്ഘാടനത്തിൻ്റെ വാർത്ത കണ്ടു. വേങ്ങാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ശിവരാത്രി ഉത്സവത്തിന് ഉദ്ഘാടനം ചെയ്യാമെന്ന ഒരു പ്രമുഖ വനിത ദീപം തെളിയിച്ച ഉദ്ഘാടനം. ആരാന്നറിയോ? രേണുസുതി. അല്ല, ഈ രേണുസുതിയെ ഒരു ഹൈന്ദവ ആചാരത്തിന്, അതായത് ഇത്രയും മഹത്തായ ഒരു ദിവസമാണ് ഹൈന്ദവർക്ക് ശിവരാത്രി എന്ന് പറഞ്ഞാൽ, ഈ ശിവരാത്രിയുടെ ഉത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് രേണുസുതിയെ തിരഞ്ഞെടുക്കാൻ അവർ ഹൈന്ദവ വിഷയത്തിൽ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ആരാണവർ? രേണുവിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവളെ ക്ഷണിച്ചു, ചെന്നു, വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു, അത്ര തന്നെ. ഇവരെ ക്ഷണിച്ചവരെ എന്താ പറയേണ്ടത്? എത്രയോ മതനേതാക്കന്മാർ, ആത്മീയ ആചാര്യന്മാർ, യോഗികൾ, സന്യാസിമാർ, എന്തിനേറെ ഇപ്പോൾ സോഷ്യൽ മീഡിയ താരത്തിന് അതിന് വേണമെങ്കിൽ ലോകഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നാഗസൈരന്ദ്രീനെ എടുത്താൽ പോരെ? എന്തൊക്കെയായാലും അവരൊരു ഹിന്ദുവാണ്, ഹൈന്ദവ ആചാരമാണ് അവർ പിന്തുടർന്നു പോരുന്നത്, ദേവീദേവന്മാരെ ഒക്കെ വെച്ചുകൊണ്ട്. അവരെടുത്തുകൂടെ? അവർ മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് അത്യാവശ്യം യോഗസിദ്ധിയൊക്കെ കിട്ടിയിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ രേണുവിന് എന്ത് കണ്ടിട്ട്? ഒരു കലാകാരൻ്റെ ഭാര്യ, വിധവ, അതിലപ്പുറം എന്താണ് അവൾ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ആചാരങ്ങൾക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ വന്നുകൊണ്ട് മാത്രം ആളൊരു പ്രമുഖ വനിതയാവും? ഇതിന് അർഹതപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഒരു സെലിബ്രിറ്റീനെ, ഒരു സിനിമ നടിയെ എടുക്കണമെങ്കിൽ അനുശ്രീ പോരെ? അവർ നല്ലൊരു ഭക്തയാണ്, നല്ലൊരു ഹിന്ദു ആണ്, ഹിന്ദു ആചാരങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്തക്കോസ്താണ്. മറ്റുള്ള എല്ലാ മതങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹിന്ദുത്വത്തിനോട് ഏറ്റവും വിരോധമുള്ളവർ. അതായത് വിഗ്രഹാരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വീടുകൾ തോറും നടന്ന മതപരിവർത്തനമായിട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ടീം ഈ പെന്തക്കോസ്താണ്. രേണു തന്നെ സുതി മരിച്ചിട്ട് ഹിന്ദു ആയിട്ടുള്ള സുതിയുടെ ചടങ്ങുകൾ നടത്തിയത് അവിടെ പള്ളിയിൽ. അവളെ കൊണ്ടാണ് ഹിന്ദു